ഗിഫ്റ്റ് എനിക്ക് അന്തൂഞ്ഞാല് കയറണേ അപ്പൊ മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങൾ കാണാൻ പോണ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എക്സ്പോക്ക് പോയിന് കേട്ടോ. ആ എക്സ്പോക്ക് പോയ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളിവിടുന്ന് എല്ലാവരും 8-10 ആൾക്കാർ പോയ ഒരു വീഡിയോ ആണ്. അപ്പൊ ഭയങ്കര രസമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു രസം എന്താ, ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ വൈബ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മള് കർണാടകയിലെ എക്സ്പോ എങ്ങനെ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളൊന്ന് പോണ കേട്ടോ. ഇന്നലെ പോയിന് അനീസിന്റെ ജിമ്മിലെ പാർട്ണറാട്ടത്, പാർട്ണർ ആൻഡ് ക്രൈം. നമ്മളെ വണ്ടി എത്തിട്ടോ. ആദിലേ പറഞ്ഞു അങ്ങോട്ട് പണ്ട് മാപ്പിളപ്പാട്ടില് പാറക്കാവില് കടത്തി വെട്ടാനില്ലാത്തൊരു പുലിയായിരുന്നു ആര്. അല്ല ഷാജു മാഷ് ആര് മാഷ പരിപാടിക്ക് സ്റ്റേജ് മാഷെ പറ്റി കുറച്ചുകൂടി പൊക്കി അടിച്ചതേനെ കേക്കാൻ കുറച്ച് ആൾക്കാരുള്ളെങ്കിലോ സാധനം കത്തി കയറി, സാധനം അങ്ങോട്ട് വൈറലായി. നമ്മള് കാണാൻ പോവാൻ എല്ലാരും ഉണ്ട്. ഷാനു എല്ലാരും ഉണ്ട്, അരുണ് എല്ലാരും ഉണ്ട്. നമുക്ക് പോയിട്ട് അവിടുത്തെ കൾച്ചറെല്ലാം കാണാം. നല്ല രസമാണ്. എന്തുകൊണ്ടാണ് കയറണം, മെയിൻ അതാണ്. അതിനാണ് പോകണം ഞങ്ങള്. എന്തുകൊണ്ടാണ് കയറണം. കപ്പലല്ല തോണി, തോണി ഉണ്ടാവും. ഇതാണ് ഞാൻ പോകുന്ന ജിമ്മ്. ക്ലാസ് ചില്ല കൂട്ടിട്ടുണ്ട് എല്ലാവരും. എണ്ണ പണ്ട് സ്കൂളിൽ ഉണ്ടല്ലോ ആൾക്കാരെണ്ണേ. ലൈൻ നിർത്തേ അരുണ ഫുൾ ഓക്കെ വൈബല്ല. വളയും രുചി വളക്കുവോ? ഗായ്സ് നാഗമംഗല മാനസ ടീം ഗായ്സ്. നമ്മള് ഇതാണ് കർണാടക എക്സ്പോർട്ടോ. നാട്ടിലെ നമ്മള് ഇതിന് കയറിക്കോ. എന്തായാലും നമ്മള് കയറണം. ഇവിടെ കൊറേ പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്ക് ഫുഡ് ഉണ്ട് കേട്ടോ. അല്ല ഫുഡ് ഉണ്ട്, ഫുഡ് ഫാൻസി എല്ലാ ഐറ്റംസും ഉണ്ട്. അല്ല വിജയ അതില് കയറിയാലോ? കുട്ടികളാണേ ഭാവിച്ചടിക്കായിരുന്നാ അമ്പെയ്താലോ ചെയ്താലോ? അവിടെ റിങ് ഇടല് പിന്നെ ബൈ മറ്റേ ഇടണതാണ്ട് എറിയണതാണ് ഇട്ടാലാ. കേട്ടോ രണ്ട് ഷോട്ടാണ് അണ്ണ അടിച്ചിട്ടുള്ളത്. ഏറ് കഴിഞ്ഞോ? ഒറ്റ ഏറുള്ളൂ. കളിച്ച് കടയ്ക്ക് ടി വി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കളിന്റെ പൈസ കട കൊടുക്കും. പക്ഷെ കിട്ടിയിട്ട് ഞാൻ കളിന്റെ പൈസ പോലെ കൊടുക്കണം. പേടിക്കണം ഒന്നായിട്ട്. കേറേ ഇവിടുത്തെ ഒരു റൂമല്ലേ? എന്താ എന്ത് കേറിണ്ടാ? ഇതെന്തായാലും കിട്ടും. ഇതെന്തായാലും കിട്ടും. ആളും ഓരോന്നിട്ടാ മതി. 6:30 ടി വി ഇട്ടിട്ട് കാര്യം. ഞങ്ങൾ ടി വി ഉണ്ട്. എങ്ങനെയാണിത്? എന്താ ആവശ്യം? റിമോട്ട് കാറുണ്ട് കേട്ടോ. ചീറോ റൂമിന് ക്രിപ്റ്റ് കളിക്കാം. എന്തൊക്കെടല് എങ്ങനെ കിട്ടും 5 ഗോളുണ്ട്. എന്താടാ എല്ലാരും ഒരേ ഭാഗത്തേക്ക് തിരിഞ്ഞിക്കണേ? അതില് കയറാനോ? അയ്യേ അതില് കയറാൻ ഭയോ. കാറ്റയുടെ ഛർദിക്കും.
ഞാൻ പിന്നെ പണ്ടേ പോയിട്ട് നമുക്ക് ആവശ്യം 6 അല്ലെങ്കിൽ 7 അവിടെ റിമോട്ട് ഇങ്ങനെ ഒറ്റ ഒന്ന് 3-ല് വേണ്ടേ 5 ബോൾ 5 ബോൾ ഉണ്ടാവും ഒന്ന് 3-ല് വേണ്ടേ ബാക്കിയൊക്കെ 1-ല് അപ്പൊ എത്ര 3-ഉം 4-ഉം 7 പോയിന്റ് സാധനമാണ് എന്ത് ലക്ഷ്യം റൂമിനെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാം ഫോർമുല കാറാണ് കുപ്പിടാച്ചിട്ടുള്ള 5 റുപ്യന്റെ ഏതെങ്കിലും ഇട്ടൂടെ 15 സാധനം കിട്ടും കണ്ണും കിട്ടും അതിലേത് മുള മുടി മുഖാത്തിട നമ്മളെ 6 ഇട്ട കുഴിമന്തി നമ്മളെ 5 5 22 22 5 അവിടെ മാറി ഇവിടുന്ന് ഷൂട്ടായി നിസാന്റെ ഏറാണ് കണ്ടോളി 5-ക്കാണ് വേണ്ടത് 3 പോയി 20 ഇതാർക്കും ഈ കുട്ടി കൊടുത്താലോ ഹർഷ എന്നാ ബോക്സ് ഗിഫ്റ്റ് ഇതെന്തേ കിട്ടോ കിട്ടും കിട്ടടാ 5 റുപ്യ ലൈഫ് പോയിട്ടോ പെണ്ണുങ്ങൾ വന്നാ അപ്പൊ ഫാൻസിക്ക് പോയി രണ്ടാൾക്കാര് മാലിയും വളി എന്തൊക്കെയാ വാങ്ങാൻ പോയിരുന്നുണ്ട് നമുക്ക് ഓരോടത്തൊന്ന് പോയൊക്കെ എന്താ നിങ്ങളൊന്നും വാങ്ങിയില്ലേ കുട്ടിയൊക്കെ വാങ്ങിയില്ല ഭാവിഷ കുട്ടിക്ക് എന്തേ വാങ്ങട്ടാ കമ്മല് വാങ്ങണോ വിജയ കുട്ടിക്കല്ലേ പെങ്ങന്മാർക്കാർക്ക് വാങ്ങിക്കോ നമ്മള് എന്തിനാലും കയറാൻ പോണേ വേം വാ വാങ്ങി വാ നിർത്തി അപ്പൊ വാങ്ങും കേട്ടോ എന്തായി കേറിയല്ലേ ഇത്ര ആൾക്കാര് അല്ല ആൾക്ക് രണ്ടെണ്ണോ ഒരു രണ്ടാളുണ്ട് ഇപ്പൊ വരാ കുട്ടിയേക്ക് മാല വാങ്ങിയാൽ പേടിയാണ് പേടിച്ചാ എല്ലാരും കൂടി കേറാ ഇതാനേക്ക് വാത് ചെയ്യാ മേടിച്ചിട്ടാ മാല ഇടതാ വാ എന്തിനാലും കേറിട്ട് വരാ വാ വീട്ടിക്കാ ചങ്ങ മൈസൂർ പോണെങ്കിൽ 10 റുപ്യ കിട്ടും ഇവിടെ എന്തിനാലും കേറിട്ട് ഇനി ബാക്കി വാ എനിക്ക് രണ്ടും വേണ്ട എന്താ പിന്നെ കൊടുത്തോണ്ട് പോകുന്നേ ഒരൊട്ടെങ്കിലും കൈക്ലിപ്പ് എന്റെ കുട്ടിനെ ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകണേ അപ്പൊ കുട്ടി പറഞ്ഞു എനിക്ക് അന്തൂഞ്ഞാല് കയറണേ നമുക്ക് മറ്റേ സ്റ്റാൻഡേർഡ് എത്തി ഞാൻ പോട്ടാ എന്ത് പറയാള് പോട്ടെ പോട്ടെ ഇല്ല അയ്യോ അവിടെ ആട്ടങ്ങളെ കളയാണ് അയ്യോ എടാ പേടിക്കലടാ ആൺകുട്ടികളാകുമ്പോ പേടിക്കലടാ പോകാൻ പോയ പഠിച്ചാൽ നടന്നേ
എന്നടാ കൂടെ ബാക്കിയുള്ളവരെ കൂടാ ആരെ കേറ്റാൻ നിർത്തിയാണ് കഴിച്ചിട്ടായി എടാ കഴിഞ്ഞ തീർത്തല്ല അവരോട് 2 റൗണ്ട് കൂടി അടിക്കാൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും ഇങ്ങനെ പോവും. എനിക്ക് എന്താ പേടി ഇവലൊക്കെ മലന്റെ മുകളിലായതുകൊണ്ടാണ് മലമേലെ തിരിയിട്ട് പിള്ളാർ വരൂ ഗായ്സ്. നമ്മൾ വീണ്ടും ഒരു അമേരിക്കൻ ബ്രോസ്റ്റ് കഥയിലേക്ക് വന്നിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ അമേരിക്കൻ ബ്രോസ്റ്റിക്കാണ് എപ്പോഴും വേറെ ഒന്നും ഇവിടെ പറയാം. നമ്മളെ സ്ഥിരം സ്പേസ് ആണ് ഇത്. ഹലോ ജിസാൻ കൈ കഴിക്കുന്നു ഗൈസ്. സാധാരണ പോലെ കൈ കഴുകി ജിസാൻ. ഹൈഫൈ കണ്ടോ അവിടെ ഒരാൾ കണ്ടോ? ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോ അല്ലേ? അങ്ങനെ ഇന്നത്തെ ദിവസം കളറാക്കാൻ വേണ്ടിട്ട് ജിസാൻ നമുക്ക് വേണ്ടി ബ്രോസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. പാട്ട് തന്നെയാ പാട്ട്. ചന്ദ്ര ചൂടാണ്. ചന്ദ്രൻ എങ്ങനെ ചൂടാവും? സൂര്യനല്ലേ ചൂട്. ചന്ദ്രയുടെ ഇപ്പുറത്തും കൂടി ചൂടായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണൊക്കെ അമർത്തണം കേട്ടോ. അപ്പൊ ഇതിന് ഇപ്പൊ നമ്മളെ റൂമിന്റെ ഇവിടെ ആയിട്ടുള്ളത്. ഇവിടുന്ന് ഇപ്പൊ ഈ ആകാശം കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. ആ കാണാണ് കേട്ടോ പട്ടാണീസ് കോളനി. ഇവിടുത്തെ പട്ടാണീസ് ഫുള്ള് പറയുന്നത്. പട്ടാണീസ് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാണ് പട്ടാണീസ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ റോഡിന്റെ അപ്പുറത്ത് ഫുള്ള് ഹിന്ദുക്കളാണ് അപ്പുറത്തെ സൈഡിൽ വരുന്നത്. ഈ സൈഡിൽ ഫുള്ളായിട്ട് മുസ്ലിങ്ങളും. അങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നുള്ളത്. ഇതൊരു വയലാണ്. പണ്ട് ഞങ്ങൾ ഇവിടെ ഫുട്ബോൾ കളിക്കാനൊക്കെ പോയിന് അവിടെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. നമ്മളിപ്പോ രാത്രി ഫണ്ടൊക്കെ ഇട്ടാണ് അവിടെയാണ് ഫുട്ബോൾ കളിക്കാൻ പോയത്. ഒരുപാട് കൂടുകൾ ഉണ്ടായിരുന്നു ഇതുമേല്. ഒക്കെ കാറ്റും മഴ ആയതുകൊണ്ട് ഒക്കെ നശിച്ചു പോയിക്കണ്. ഇപ്പൊ കിളികളൊക്കെ ഇപ്പൊ ഇവിടെ താമസിക്കണെന്നാവോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി പറയാം, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ ഇതിനും നല്ല വീഡിയോയുമായി വരും വരെ ബൈ ബൈ. ഓക്കെ.